ശ്രീ എം ജയചന്ദ്രൻ, ആ ദൃശ്യങ്ങൾ താങ്കളും കണ്ടു കാണും. പോലീസുകാർ വന്നിറങ്ങുന്ന രീതി, അടിക്കുന്ന രീതി. ഈ പോലീസ് എന്തായിട്ടാണ് പത്തനംതിട്ടയിൽ ആക്ട് ചെയ്തത്? പലരും യൂണിഫോമിലല്ല. അവർ ഒരു ബാറിൽ നിന്ന് ആ ബാറിനകത്തൊരു കശപിശയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞാൽ ഇതുപോലെ ആ ബാറിന്റെ പരിസര പ്രദേശത്തുകൂടി വഴി നടക്കുന്ന സകലരെയും തല്ലി ശരിയാക്കുന്ന സേനയാണോ? ബാർ മുതലാളിയുടെ കൂലിപ്പടയാണോ കേരളത്തിലെ പോലീസ് എന്ന് ചോദ്യം ചോദിക്കേണ്ടി വരും. അതെ, താങ്കൾ ചോദിച്ചത് ആ രൂപത്തിൽ ഞാൻ ചോദിക്കുന്നില്ലെങ്കിലും ഇത് പോലീസ് കാണിച്ചത് നിയമവിരുദ്ധമായ നടപടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതങ്ങനെ എടുത്തു പറയാൻ കാരണം, ഇപ്പോൾ അവരിവിടെ വന്ന് രണ്ടുപേർ ആ ബാറിൽ ബഹളം ഉണ്ടാക്കി എന്നുള്ളതാണല്ലോ അടിസ്ഥാന പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. ഇവർ വന്നപ്പോൾ പക്ഷേ ആ അക്രമികൾ ബൈക്കിൽ കടന്നു കളയുകയും ചെയ്തു. പിന്നെയാണ് കണ്ണിൽ കണ്ടവരെല്ലാം തല്ലുന്നത്. ഇനി ഈ ഇവർ വന്ന സമയത്ത് യഥാർത്ഥ അക്രമികൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ കരുതുക. അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തന്നെ കരുതിക്കോളൂ. ഇവരെന്താണ് ചെയ്യേണ്ടത്? അവരെ അറസ്റ്റ് ചെയ്യണം. അല്ലാതെ തല്ലി ഓടിക്കുന്നതല്ലല്ലോ പണി. അവരെ അറസ്റ്റ് ചെയ്യണം സംശയമുണ്ടെങ്കിൽ. അതാണ് ആ SIയും പോലീസും ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാതെ അതിന് പകരം നേരെ കയ്യേറ്റം നടത്തുക, അനധികൃതമായ കയ്യേറ്റം, നിയമവിരുദ്ധമായ കയ്യേറ്റം നടത്തുക എന്നുള്ള നിയമവിരുദ്ധമായ നടപടി തന്നെയാണ് ക്രമസമാധാനം പാലിക്കേണ്ട ഈ പോലീസ് ഉദ്യോഗസ്ഥനായ ജിനു എന്നയാൾ കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരു സംശയവുമില്ലാതെ അത് നിയമവിരുദ്ധമായ നടപടിയാണ് പോലീസ് കാണിച്ചത്. അതിനുള്ള ശിക്ഷയിലേക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് ശിക്ഷകൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഏറ്റുവാങ്ങിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അഭിലാഷേ. മറ്റൊരു കാര്യം, ഇത് മറ്റു ചില വിഷയങ്ങളിലേക്ക് നമുക്കൊരു ചർച്ചയ്ക്കുള്ള ഒരു ഭൂമികയായി അല്ലെങ്കിൽ ഒരു വേദിയായി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. എല്ലാം പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഒരു ചർച്ചയിൽ 2020 ഈ നമ്മുടെ 564 പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലാകെ ഉള്ളത്. അവിടെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും SHOമാരായി, അതുവരെ ഉണ്ടായിരുന്നത് സബ് ഇൻസ്പെക്ടർമാരായിരുന്നു. ആ നിയമം മാറ്റി സർക്കിൾ ഇൻസ്പെക്ടർമാരെ SHOമാരാക്കുന്നു 564 പോലീസ് സ്റ്റേഷനുകളിലും. ആ നിയമം ഉണ്ടാകുന്നത് 2020. അപ്പോൾ അതൊരുപാട് കാഴ്ചപ്പാടുകളോടെയാണ് വെച്ചത്. പക്ഷേ അത് വലിയൊരു തിരിച്ചടി ആയിട്ടുണ്ട് എന്ന് ഭരണതലത്തിൽ തന്നെ അറിയാം. പോലീസുകാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പലരും പറയുന്നൊരു കാര്യമാണത്. ഉന്നത ഉദ്യോഗസ്ഥന്മാർ അടക്കം പറയുന്ന കാര്യമാണ്. അപ്പോൾ അത് മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നൊരു അഭിപ്രായം ഞാൻ ഈ ചർച്ചയിൽ ഇവിടെ മുമ്പോട്ട് വെക്കുകയാണ്. ഈ ഒരു 2 പോലീസ് സ്റ്റേഷൻ്റെ അധികാരം ഒരു CIക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ സംവിധാനം ഈ രംഗത്ത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ജിനുമാർ, ഫ്രസ്ട്രേഷൻ കൊണ്ട് നടക്കുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. CIയെ അനുസരിക്കാത്ത പോലീസുകാർ, SI അനുസരിക്കാത്ത പോലീസുകാർ, സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുന്ന പോലീസുകാർ, അങ്ങനെ ഒരു അൺപ്രൊഫഷണലായിട്ടുള്ള സംവിധാനമായി പോലീസ് സ്റ്റേഷൻ്റെ അകത്തെ ഹൈറാർക്കി മാറുന്ന സ്ഥിതി എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. അത് നമുക്ക് വേണ്ടതല്ല. അങ്ങനെയല്ല വേണ്ടത് പോലീസിങ്ങിൽ. അപ്പോൾ അതിൻ്റെ അകത്തൊരു അഴിച്ചുപണി ഏത് നിലയ്ക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതുപോലുള്ള സാഹചര്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ അടിയന്തരമായി ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുകൂടി ഞാൻ ഈ ചർച്ചയിൽ അഭിപ്രായപ്പെടുകയാണ്. പിന്നെ മറ്റൊന്നുള്ളത്, ഈ ഇന്ത്യയിൽ തന്നെ അഭിലാഷ്, ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ പോലീസിൻ്റെ അസോസിയേഷൻ. നേരത്തെ ബംഗാളിലുണ്ടായിരുന്നു, മമത പിന്നീട് അത് പിരിച്ചുവിട്ടു. കേരളത്തിൽ മാത്രമേ ഉള്ളൂ പോലീസ് അസോസിയേഷൻ എന്നുള്ള സംവിധാനമുള്ളത്. അത് ഈ അവകാശബോധമുള്ള പോലീസുകാരുടെ സംഘടന എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് LDF ഗവൺമെൻറ് ആണെങ്കിലും UDF ഗവൺമെൻറ്റുകളായിരുന്നപ്പോഴും ഒക്കെ അതിനെ അംഗീകരിച്ചിട്ടുള്ളത്. ആ സംഘടനാ ബോധത്തെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ സംഘടനാ ബോധം എത്രത്തോളം പോലീസിൻ്റെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിനിങ്ങിൽ നടപ്പാക്കാൻ സംഘടനകൾക്ക് കഴിയുന്നുണ്ട് എന്നൊരു ആത്മപരിശോധന ഈ സംഘടന നടത്തണം എന്നൊരു നിർദ്ദേശവും ചർച്ചയിലുണ്ട്.